മെറക്കോട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണോ? രണ്ടുപേരും ടാബ് കണ്ടുകൊണ്ടിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പാണ് കേട്ടോ ഇവിടെ. അതെ അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. നിമിഷ എന്നാ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു. നമ്മുടെ ആ ദിവസം വന്നെത്തി. ആണോ? പൊന്നിന്റെ പുറകെ ഒരാൾ നടപ്പുണ്ട് കേട്ടോ. അതെ അതെ. നമ്മുടെ പാക്കര് ക്ലീൻ ചെയ്യാണ് കേട്ടോ. തലയിലെ ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ചോണ്ട് നമ്മുടെ ഇത് കണ്ടപ്പോ എനിക്ക് എന്നെ ഓർമ്മ വന്നോ അറിയോ? പണ്ട് നമ്മുടെ റബ്ബർ വെട്ടാനായിട്ട് നമ്മുടെ വീട്ടിൽ ചേട്ടൻ വരുവായിരുന്നു കേട്ടോ. ആ ചേട്ടൻ തലയില് ടോർച്ച് അതുപോലെ ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. അവല് എന്റെ ആശാൻ ക്ലീനിങ് തുടങ്ങി കേട്ടോ. അതേസമയം നമ്മുടെ മെറക്കൂട്ടനും ജോയും അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. രണ്ടുപേരും ഇത്ര നേരം ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഇപ്പൊ ഏകദേശം 9 മണി കഴിഞ്ഞു. അപ്പോഴത്തേനും രണ്ടുപേരെ ഫുഡിന് വേണ്ടി അവിടെ ഇരുത്തിയിട്ടുണ്ട്. സമയം ഇപ്പൊ 9 കാലമായിട്ടോ. ലീവിനെ വിളിക്കാനായിട്ട് ഞങ്ങളൊരു 1 മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങും. പോണ വഴിക്ക് നമുക്ക് സ്ഥലത്ത് കയറാനും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ 1 മണിക്ക് ഇറങ്ങും. അവര് വരുന്നത് വൈകിട്ട് 7:30-ക്കാണ് ലാൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് എന്താ പറയാ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. എത്ര ദിവസമായി നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ദിവസത്തിന് വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടുന്ന് ഒരു 3 മണിക്കൂറില്ല, ഏകദേശം 2.5 മണിക്കൂറുള്ളൂ ഇവിടെ സിഡ്നി. അപ്പൊ ഞങ്ങള് ഒരു 1 മണി കഴിയുമ്പോ ഇറങ്ങും. നമ്മള് കാണിക്കാം എല്ലാം വഴിയെ കാണിച്ചു തരാം. അപ്പം എല്ലാവർക്കും ഇതേ ഞങ്ങളുടെ ഒരു റീവൂട്ടം വരുന്ന സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടുപേരും മത്സരിച്ച് കഴിക്കുന്നുണ്ടോ? ജോച്ചേട്ടൻ തീരാറായല്ലോ. മേര കഴിക്കുന്നില്ലല്ലോ. അത് കൊള്ളാം കേട്ടോ. കണ്ടോ നിങ്ങളോ നമ്മുടെ ഇവിടെ ഉണ്ടായ നല്ല ഫ്രഷ് മാൻഡറിൻ അല്ലെ? ഞങ്ങൾ എല്ലാരും കഴിച്ചു കേട്ടോ. നല്ല മധുരമാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞാണ്, വലിപ്പമില്ല, മീൻസ് വലിപ്പമില്ല, മധുരമില്ല എന്നൊക്കെ തോന്നും. പക്ഷെ നല്ല സൂപ്പർ സാധനം കേട്ടോ. രണ്ടെണ്ണം കഴിച്ചോളൂ. നല്ല സ്വീറ്റ്, ഒട്ടും പുളിയില്ലാത്ത അടിപൊളി മാൻഡറിൻ കാണോ നിങ്ങളെ? പുറത്തിറങ്ങുന്നത് മാത്രമാണ് കേട്ടോ. ഇവിടെ വരുമ്പോ പാട് തണുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡബ്ബോയിലെ തണുപ്പൊന്നും ഒന്നുമല്ല, നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. പക്ഷെ ഇന്ന് അത്രയും തണുപ്പോ ഇല്ല. മഴ രാവിലെ മഴ ചെയ്തോണ്ട് അത്രയും വലിയ പ്രശ്നമില്ല കേട്ടോ. വലിയ പ്രശ്നമില്ല. എന്നാലും തണുപ്പുണ്ട്. ക്യാൻബറ കേൾക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്ന തണുപ്പാണ്. തണുപ്പ്. ഇതുകൊണ്ട് ഓറഞ്ച് കിടക്കുന്നുണ്ടോ? ഇത് ഓറഞ്ച് ആണ്. നേവൽ ഓറഞ്ച് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. അത് അത്ര ആയിട്ടില്ല. പക്ഷെ എന്താ പറയാ, നമ്മുടെ വീട്ടിൽ ഈ ഓറഞ്ചാണ്. ഇതാന്ന് തോന്നുന്നു നമ്മുടെ വീട്ടിൽ ഓറഞ്ച് ആണ് കേട്ടോ. ഇതിനകത്ത് നിന്നാണ് അവര് നേരത്തെ ഓറഞ്ച് പറിച്ചത് കേട്ടോ. ഈ കുഞ്ഞ് എന്തോരം ഉണ്ടായിരുന്നല്ലേ ഈ ഒരു മരം നിറച്ച്. മരമല്ല, ഒരു കുഞ്ഞു ചെടിയാണ്, വലിയ വലിപ്പമൊന്നും ഇല്ല കേട്ടോ. അതുപോലെ ജോഷും ചേട്ടാ ഇവിടെ പോയി നമ്മൾ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിട്ട് 1 മണിക്കൂർ തന്നെ വരും കേട്ടോ. രാവിലെ പോയതാണ് അവരൊക്കെ രാവിലെ അപ്പോയിന്റ്മെന്റ് കിട്ടും. അപ്പൊ അതിന് വേണ്ടിട്ട് അവര് ഇറങ്ങിയതാണ്. മഴക്കോളാണല്ലോ നിമിഷം. രാവിലെ റിമോട്ടൻ വരുമ്പോ മഴയായിരിക്കും. അവൻ ഒന്നാ തണുപ്പത്ത് കിടികിട വിറക്കുന്നവരാണ് കേട്ടോ. അവിടെയാണ് അവൻ ചൂട് കാരണം ഉടുപ്പെല്ലാം ഊരിക്കളയായിരുന്നു. ഇവിടെ വന്നിട്ട് അവന്റെ പണിയൊന്നും നടക്കും. ഇവിടെ വന്ന് ഊരണം നമുക്കൊന്ന് കാണണം കേട്ടോ. ഇടപാട് തീരും. ഭയങ്കര തണുപ്പാണ് കേട്ടോ. അല്ലെ നമ്മുടെ ഈ കാൻബറയിലെ വീട് കാണാത്തവർക്ക് വേണ്ടിട്ട് നമ്മുടെ വീടും പരിസരവും ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു ലൊക്കാലിറ്റി ആണ് കേട്ടോ. ഇത് നമ്മുടെ സൗത്ത് ലേക്സ് പോലെ തന്നെ അല്ലെ? ഡബ്ബോയിലെ നമ്മുടെ വീട് ഇരിക്കുന്ന സ്ഥലം പോലെ തന്നെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഭംഗിയുള്ളൊരു നെയ്ബർഹുഡ് ആണ്. കണ്ടോ, സ്പ്രിങ്ങിന് ഓൾറെഡി മുട്ടിട്ട് തുടങ്ങി. പൂ ഇതുണ്ടോ, കണ്ടോ, നിറച്ച് പൂവായി. പക്ഷെ ആ സമയമാകുമ്പോഴേ മുട്ട വന്നുണ്ടോ ഫുള്ള്. ജൂലൈ ആകുമ്പോഴത്തേനേ ഉള്ളൂ. പക്ഷെ വരുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും നോക്കി നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇവിടെ ശരിക്കും ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് ഇച്ചിരി കൂടെ എന്താ പറയുക, ഒരു പോഷ് ഏരിയ ആണ് കേട്ടോ. നമ്മുടെ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ. അത് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം. എല്ലാവരും വിചാരിക്കും സിഡ്നി ആണെന്ന് വിചാരിക്കും കേട്ടോ. ഒരുപാട് പേര് അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. ഒരുപാട് പേർക്ക് തെറ്റിപ്പോകും. ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് കാൻബറയാണ് കേട്ടോ. ക്യാപിറ്റൽ ടെറിട്ടറി എന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി എന്നാണ് കാൻബറ അറിയപ്പെടുന്നത്. അതായത് 2 ടെറിട്ടറികളാണുള്ളത്. ഒന്ന് നോർത്തേൺ ടെറിട്ടറിയും ഒന്ന് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി. അവിടെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ വീടുണ്ട് കേട്ടോ. കണ്ടോ, ബ്രൗൺ കളർ. നമ്മുടെ കാനഡ ഒക്കെ പോലെ തന്നെ ഒരു അല്ലേ? ഈ വീടാ. കറിവേപ്പിലയൊക്കെ എടുത്ത് അകത്ത് വെച്ചു കേട്ടോ. ഇവര് ചെറിയ കറിവേപ്പിലയാണ്. പക്ഷെ അതുകൊണ്ട് എന്താണേലും പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തണുക്കും, അല്ല വാടിപ്പോകും കേട്ടോ. അതുകൊണ്ട് അവരെടുത്ത് അകത്ത് വെച്ചേക്കാം. നമ്മുടെ അകത്ത് കയറ്റി വെക്കേണ്ടതായിരുന്നു. ഇനി ചെല്ലുമ്പോ അറിയാം കേട്ടോ. ചെല്ലുമ്പോ വാടിപ്പോയാൽ തീർന്നു കേട്ടോ. നമ്മളൊരു വീഴ്ത്തി വളർത്തിക്കൊണ്ടുവന്ന കറിവേപ്പില. ഞങ്ങൾ ജോയ്ക്ക് ഇന്നലെ മേടിച്ചു കൊടുത്തൊരു ടോയ് ആണ് കേട്ടോ. മിറായിക്കും 2 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര കളിയായിരുന്നു. മീന ആരാ മിറായിക്ക് മുടിയിരിക്കുന്നേ? രണ്ടുപേരും ഭയങ്കര കൂട്ടാട്ടോ. We can go and stay dad's house.
If we're really bored, you can watch on my tablet here. Yeah, you can watch. അപ്പൊ ദേ നമ്മുടെ ശോശുവും ചേട്ടായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ജോഷി അവിടെ പോയായിരുന്നു, പുറത്ത് കറങ്ങാൻ പോയല്ലേ? ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക്. ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അതെ, വന്നിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചോട്ടെ. ഞങ്ങൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടോ ചോദിച്ചു. ഞങ്ങളോട് കഴിച്ചോ, വയറ് നിറഞ്ഞിരിക്കുക. ചേട്ടായി അവിടെ ഉണ്ട്, ചേട്ടായി വന്നിട്ടുണ്ട് അപ്പുറത്തെ. ഹലോ ചേട്ടായി. ചേട്ടായും വന്ന് കയറി കഴിച്ച് അല്ലെ. എന്തൊക്കെയുണ്ട് ശോശി, വിശേഷം എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ? ശേഷം ഇങ്ങനെ നമ്മള് ലാസ്റ്റ് എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം വിശേഷം അല്ലേ? വിശേഷമാണ്. എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ എപ്പം വേണമെങ്കിലും അതെ അതെ നടക്കാം. ഇവിടെ എന്നാ പരിപാടി പിള്ളേരെ? We're making a burger. ഓ, She's making a round puddle. അതെ. അതുപോലെ ശോശി റീബൂട്ടിനെ മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ ഒരു കിടിലൻ ഡൈനോനെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ വരുമ്പോ നമുക്ക് അവനെ കൈയോടെ കൊടുക്കാം അല്ല ചോക്കട്ടാ? പിന്നെ നമുക്കിനി പയ്യെ താമസിക്കാതെ ഇറങ്ങണം കേട്ടോ. സമയം 1 മണിക്കൂറിൽ ഇറങ്ങണം. 1 മണിക്കൂറിൽ ഇറങ്ങണം. പോണ വഴിക്ക് നമ്മള് 3 hours ജേർണി ഉണ്ട്. നമ്മൾക്ക് ഉടനെ തന്നെ ഇറങ്ങണം. എല്ലാരും excited ആയിട്ട് അതെ റീവിനെയും പപ്പയും മമ്മീനെയും കാണാം. പിന്നെ പ്രത്യേകമായിട്ടും ഇവരെ 3 പേരും കാണുമ്പോൾ റീവിന്റെ ഒരു റിയാക്ഷൻ കാണാൻ വേണ്ടി ഞങ്ങള് നോക്കിയിരിക്കുക. അവൻ മൈൻഡ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ അതാ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ. മൈൻഡ് ചെയ്യാൻ അവനറിയാം. അവൻ ചിലപ്പോ നേരെ തിരിഞ്ഞ് അപ്പുറത്തേക്ക് പോവാൻ. അപ്പൊ അവൻ മമ്മിയുടെ അടുത്ത് തന്നെ ഇരിക്കും. അവന്റെ സ്വഭാവം പറയാൻ പറ്റില്ല. എന്തായാലും നമുക്കൊന്ന് കാണണം അത്. അതെ പക്ഷെ അപ്പൊ നിങ്ങൾ വരുന്നില്ലല്ലോ എയർപോർട്ടിൽ? ഞങ്ങള് വരുന്നില്ല. ഇല്ല, ഇവര് എനിക്കിന്നൊരു ക്ലാസ്സും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവര് ഇവിടെ ഇരിക്കുകയാണ്. ഞാനും നിറക്കുട്ടി ജോയും ഞാനും ഇച്ചാനും ഇവിടെ ഉണ്ട്. ഇവര് രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പം പോയി എല്ലാരെയും വിളിച്ചോണ്ട് വരാം. പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാലോ ചോദിച്ചു. ഒരാള് ബർഗർ, ഒരാൾ ഓംലെറ്റ്. ഞങ്ങളെ പയ്യെ ഇറങ്ങുവാണ് കേട്ടോ. ചോദിച്ചു പോയിട്ട് വരാം കേട്ടോ. മെറക്കുട്ടനെ കാണാതെ വേണം പോവാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ അതെ, അതുകൊണ്ട് പറ്റിയ ദിവസം ഭയങ്കര മഴയല്ലേ? നല്ല മഴയാ, ഫുള്ള് മഴയാട്ടോ ഇന്ന്. ആ അതെ അതെ അല്ലേ, അതെ അല്ലേ. ഓക്കെ, അപ്പൊ ശരി ശരി ബൈ. പിന്നെ വന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഞങ്ങൾ പതുക്കെ ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയാട്ടോ. നമ്മള് 4 മാസം അവനെ കാണാതെ വിഷമിച്ചിരുന്നു കേട്ടോ. വിഷമിക്കാനൊന്നും ഇല്ല, അവരുടെ പപ്പയുടെ മമ്മയുടെ അടുത്ത്, അതുകൊണ്ട് നമുക്ക് വിഷമിക്കാനൊന്നും ഇല്ല. പക്ഷെ എന്ത് പറഞ്ഞാലും അവനില്ലാത്തതിന്റെ ഒരു ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു ഉള്ളിന്റെ ഉള്ളില്. അങ്ങനെ 4 മാസത്തിന് ശേഷം ഞങ്ങളെ റീവൂട്ടനെ കാണാം. അതുപോലെ നമ്മുടെ പപ്പയും അമ്മയും കുറച്ച് നാളല്ലേ, ഏകദേശം 1 വർഷമായി തോന്നുന്നല്ലേ അവരും. പപ്പേനെ മമ്മേനെ ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര ഒരു മിസ്സിങ് അവരെ തോന്നുന്നില്ല, കാരണം അവരെ കണ്ടിട്ട് ജസ്റ്റ് വന്നതുകൊണ്ട്. എന്താണേലും അല്ലേ, ആ ദിവസം വന്നെത്തി. കാത്തിരിപ്പിന്റെ ആവശ്യമില്ലല്ലോ. അതെ അതെ, ഭയങ്കര സന്തോഷമായി. കാത്തിരിക്കേണ്ട കാര്യമില്ല. ഒരു കോഫി കുടിച്ചിട്ട് ഇടയ്ക്ക് പെട്ടെന്ന് പെട്രോൾ അടിക്കാൻ കയറി കേട്ടോ. ഇവിടുന്ന് നേരെ സിഡ്നി. നമ്മുടെ കാൻബറയിലേക്ക് വേണ്ടിയിട്ട് ഉള്ള വെള്ളം സപ്ലൈ ചെയ്യുന്ന തടാകമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിതേ
സിഡ്നിയിൽ എത്തിട്ടോ. സിഡ്നിയിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലേ നിമിഷ? അതെ അതെ, ഇനി ഒരു 3 മണിക്കൂറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഫുഡ് കഴിയുമ്പോൾ രാവിലെ അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇനി പതുക്കെ കുറച്ച് ഫുഡ് കൂടെ ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നിമിഷയുടെ പുറകിലൊരു സാധനം കിടക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും കണ്ടോ? നമ്മുടെ ഓട്ടോ ആണ് കേട്ടോ. ഓട്ടോറിക്ഷ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാം. ഞങ്ങളിവിടെ കായൽ റെസ്റ്റോറന്റ് ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം എന്തേ ഫ്രണ്ടിൽ ഒരു ഓട്ടോ, കായൽ തന്നെയാണ് കേട്ടോ പേര്. നാട്ടിൽ നിന്ന് അവര് കൊണ്ടുവന്നൊരു എന്തൊരു വലിയ കാര്യം. നമുക്ക് ഓട്ടോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ ഇച്ചായന്റെ അറ്റയറോടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇച്ചായ നമ്മുടെ ഓട്ടോക്കാരന്റെ ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ കാണുമ്പോൾ തന്നെ നമ്മുടെ ശരിക്കും ഒരു പക്ക ഓട്ടോക്കാരന്റെ ലുക്ക് ഉണ്ട്. ഞങ്ങള് ചെറിയ യൂണിഫോം ഒക്കെ എടുത്തിട്ട് സൂപ്പർ അടിപൊളി പക്ക ഓട്ടോക്കാരൻ. കായലിലാണ് ഞങ്ങൾ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ? ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ വേറെ കുറെ ആൾക്കാർ അതെ അതെ കുറെ ആൾക്കാർ വിളിക്കാൻ വരുമ്പോ നമ്മൾ വീണ്ടും കായലിൽ കയറി നമ്മളെ റെസ്റ്റോറന്റ് അകത്ത് കയറി കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പാണ് അകത്ത് കേട്ടോ. തുറന്നേ ഉള്ളൂ, നമ്മൾ തുറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതെ, നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, കട്ട വെയിറ്റിംഗ്. എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? നമ്മൾ ഇവരുടെ സിഗ്നേച്ചർ ഡിഷസ് എല്ലാം നമ്മൾ ചുമ്മാ ഒന്ന് റോസ്റ്റും ഏതാണ്ട് കക്ക അല്ല കക്കയിലല്ലോ, കല്ലുമകായ, ചിക്കൻ ഫ്രൈ, തട്ടുകട ചിക്കൻ ഫ്രൈ. ചെമ്മീൻ റോസ്റ്റ് അല്ലേ നിമിഷം? സൂപ്പർ കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. നല്ല ഗ്രേവി കേട്ടോ. ശരിക്കും നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന ആ വണ്ടിയില്ലേ, സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ, ഇത് അടിപൊളിയല്ലേ? കാർട്ട് പോലെ അല്ലേ? അതെ അതെ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണ്ടോ. നമ്മുടെ തട്ടുകടയിൽ അതേ ടേസ്റ്റ് ആണോ? അടിപൊളി അടിപൊളി സൂപ്പർ അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഒരു പൊറോട്ട മതി. ഒരു പൊറോട്ട മതി. ഒരെണ്ണം മതി. ഇത് കണ്ടോ, സ്പെഷ്യൽ എന്താണെന്നറിയോ? കള്ളപ്പാണ്. സാധാരണ നമ്മുടെ പാലപ്പൊക്കെയാണ് എവിടെയും കിട്ടുന്നത്. നമ്മുടെ സ്പെഷ്യൽ കള്ളപ്പാണ്. ഞങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. ഞാൻ ഈ കക്ക കൂട്ടിന്ന് കഴിക്കാൻ പോണേ. അങ്ങനെ അവസാനമായിട്ട് ഇത് കുറച്ച് ചിക്കൻ കറി വന്നു കേട്ടോ. ഇതൊക്കെ സ്റ്റാർട്ടേഴ്സ് ആയിരുന്നേ. അതെല്ലാം കഴിച്ചു ഓൾറെഡി. പകുതിയോളം ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചപ്പോഴേ കഴിക്കാൻ തുടങ്ങി കേട്ടോ. തീരാറായി. സൂപ്പർ ടേസ്റ്റ്. പൊറോട്ട ഒരെണ്ണം പറഞ്ഞോളൂ, പിന്നെ കള്ളപ്പം ഒരെണ്ണം പറഞ്ഞോളൂ കേട്ടോ. കഴിയാറായി. ചിക്കൻ കറിയാണ് കേട്ടോ. എനിക്ക് നല്ല കൺസിസ്റ്റൻസി ഉണ്ടല്ലോ. വിശന്നിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും വലിയ പൊറോട്ടയാണ്, വലിയ നല്ല സൈസ് പൊറോട്ട. പൊറോട്ട നമ്മുടെ എന്നൊരു വികാരം കേട്ടോ. എവിടെ ചെന്നാലും പൊറോട്ട നല്ല ഫ്രഷ് പൊറോട്ട. നമുക്കവിടെ ഫ്രോസൺ കിട്ടത്തുള്ളൂ. ഫ്രഷ് പൊറോട്ട ഇത് എടുത്ത് നല്ല ചൂട് പൊറോട്ടയാണ്. അതും ഈ നാടൻ കോഴിക്കറിയും കൂടെ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞില്ലേ? പിന്നെ വയറൊക്കെ സൂപ്പർ ആയിട്ട് നിറഞ്ഞു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എല്ലാവരും നമ്മുടെ കായൽ റെസ്റ്റോറന്റിൽ പോയി വന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. തീർച്ചയായിട്ടും നല്ല ഫുഡാണ്, അടിപൊളി ഫുഡാണ്, ഒന്നും പറയാനില്ല. ഉള്ളവരും അല്ലാത്തവരൊക്കെ വന്ന് അടിപൊളി ഫുഡാണ്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പയ്യെ ഇറങ്ങിയാലോ, നമ്മുടെ ചെറുക്കം വരാറായി. പയ്യെ പോയേക്കാട്ടെ. ഇവിടുന്ന് ഒരു മണിക്കൂറിൽ അവർ വരും. ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവ് ഉണ്ടല്ലേ. എന്നാ ഓക്കെ അറിയിക്കും. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ടെർമിനലിൽ അങ്ങോട്ട് പോകട്ടെ. അവർ ലാൻഡ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. 5-10 മിനിറ്റ് ഉണ്ടല്ലേ? 10 മിനിറ്റ് കഴിയുമ്പോൾ ലാൻഡ് ചെയ്യൂട്ടോ. ഓക്കെ. അവരുടെ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങും. അധികം സമയം എടുക്കില്ല കേട്ടോ. റീവൂട്ടിന് ഒരു ബലൂൺ മേടിക്കണം നമുക്കല്ലേ? ഫ്ലവർ മേടിക്കണം. ഓക്കെ. അകത്തേക്ക് കയറും കേട്ടോ. റീവിറ്റാനോട് ഞാൻ പറഞ്ഞാൽ നമുക്ക് നേരത്തെ വരാണ്ടേ നിൽക്കുന്നത്. ഓടി, അത് റീവൂട്ടറൊന്നുമല്ല. എന്ത് സാധനമാണെന്ന് നോക്കി. ഒന്നാമതെ കാണാൻ ആകാംക്ഷയായിട്ടിരിക്കുമ്പോൾ അവൾ ഇങ്ങനെ കൂടെ പറയുന്നു. ഇവിടെ നമ്മളെ കണ്ട വൈൻഡിയോടെ ചിലപ്പോൾ മറന്നുപോയി കാണാം. അതാണ് അല്ലേ? ആണോ? ഉറപ്പാണോ? കോൺഫിഡൻസ് ആണോ? ഓക്കെ, നമുക്ക് നോക്കാട്ടോ. അവൻ നമ്മളെ മൈൻഡ് ചെയ്യുമെന്നുള്ളത് അവൻ വരുമ്പോൾ നമുക്ക് നോക്കാം. കുഞ്ഞല്ലേ? 2 വയസ്സായതല്ലേ ഉള്ളൂ അവന്. അവനങ്ങനെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അറിയില്ല, നമുക്ക് നോക്കാം. നിമിഷ ബലൂൺ നോക്കാം. ബലൂൺ വേണം. എന്തെങ്കിലും ടോയ്സ് വേണോടി?
ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കൊക്കമലോന്റെ ഒരു ആ കൊള്ളാം. പിന്നെ അവർക്കൊരു ഫ്ലവർ ഫ്ലവർ മേടിച്ചിട്ടോ. സൂപ്പർ. അതെ അതെ ആ എടി നിമിഷത്തെ പപ്പ പോടെ തല കള്ളത്തരം പറയുന്നത്. തല തൊപ്പിയുണ്ട്. പിന്നെ തല തൊപ്പി പപ്പ തല തൊപ്പി എന്ന് വെച്ചോണ്ട് ഇപ്പൊ വന്നാ നിമിഷം. ജീപ്പ് പ്രശ്നം ഉണ്ടായിരുന്നോ മമ്മി? മിടിക്കാനായിരുന്നോ? അയ്യോ വെള്ളി ചേട്ടയായാലോ. ദൈവമേ പപ്പ സുഖല്ലേ? എന്നാടാ എന്റെ കൊച്ചിനെ കണ്ടിട്ട് ദൂച്ചേ ആടാ ഞാനും കൂടെ വാ. ഹലോ ഇതാരാണ്? എന്നാലും ഓ അവൻ തരുമൊന്നുമില്ല. ചാച്ച ചാച്ച ഇതാരടാ റിവേഴ്സ് ചെയ്താരടാ. പോവാം മമ്മി പോ പപ്പ പോയേക്കാം. ആ ഞങ്ങള് പോവാ അച്ഛാ ഞങ്ങള് പോവാ. മമ്മി ഇതൊക്കെ പതിവാ. അതല്ലേ സത്യം. ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. 3 സന്തോഷങ്ങൾ ഒരുമിച്ച് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. അപ്പം തന്നെ ഞങ്ങള് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഏകദേശം ഒരു 2-2.5 മണിക്കൂറുണ്ട് ഡ്രൈവ്. ഞങ്ങൾ ഇനി ഒരു മണിക്കൂറുടെ ഉള്ളു. പക്ഷെ ഞങ്ങളിപ്പോൾ രാത്രി ആയവിടെ എല്ലാവരും ഒക്കെ അവിടെ ഉറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതെ അതുകൊണ്ട് നമ്മൾ ഇനി വീഡിയോ അങ്ങ് പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. റീബൂട്ടനെ ഉറങ്ങി. റീബ് ഇവിടെ ഭയങ്കര ഉറക്കമാണ്, എല്ലാവരും ഭയങ്കര ഉറക്കമാണ്. അതുപോലെ പപ്പയും ഇച്ചാൻ്റെ ഇരിപ്പുണ്ട്. പപ്പ അതെ പക്ഷെ എല്ലാരും ഒത്തിരി രാത്രി ആവുന്നോണ്ട് ഞങ്ങളതങ്ങ് നിർത്താന്ന് വിചാരിച്ചു. അതുപോലെ ജോയും അപ്പൊ അതിന് നമ്മള് വരുമ്പം നാളെ ഇനി നമ്മള് കാണിക്കാം അല്ലേ ചേ? അതെ അവൻ ഇറങ്ങിപ്പോയി. എല്ലാവർക്കും ബൈ ബൈ.